ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് ബേസ്ഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങൾ എന്താണ് ആ വ്യക്തിയിൽ നിന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ കാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സോഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ എന്ന് പറയും. ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ ഒരു കാര്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ണടച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. വഴി ഉണ്ട്, പക്ഷേ ആ വഴി നിങ്ങൾ കാണുന്നില്ല. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് രണ്ടുപേരും കടന്നു പോകുന്നതെന്നാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് പരസ്പരം നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. നിങ്ങളിപ്പോഴും ഈ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് നിങ്ങളുടെ പാർട്ണർ ആ വ്യക്തി തന്നെ ആണ് എന്ന ഒരു വിശ്വാസത്തോട് കൂടി തന്നെയാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിൽക്കുമ്പോൾ ആ വ്യക്തി കിട്ടുന്നത് സന്തോഷം, ഹാപ്പിനെസ്, അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി, എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്ഥലം, ഇതൊക്കെയാണ് ഒരു ഇമോഷൻ സ്പേസ്. അതൊക്കെയായിട്ടാണ് നിങ്ങളെ ആ വ്യക്തി കാണുന്നത്. ഒരു ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ളത്, ഒരു പ്ലേസ് എന്നുള്ളത്. അതെന്ന് പറയുന്നത് നമുക്ക് വിശ്വാസമുള്ളവരുടെ അടുത്ത് മാത്രമാണ് നമ്മൾ എന്തും ഓപ്പൺ ആയിട്ട് പറയാം. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പ്രണയത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇഷ്ടത്തേക്കാൾ കൂടുതലുള്ളത്. ആ ഒരു എനർജിയാണ് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരിടം എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ എന്നാണ് ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് ഒരു ഡൗൺ ആയിട്ടായിരിക്കാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു വീണ്ടും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും, ഒരു അപ്പ് ഇതിലുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനുവേണ്ടി കാലചക്രം നിങ്ങൾക്ക് വേണ്ടി തിരിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. കാലം നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ടുതരുമെന്നാണ് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ വ്യക്തി എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോൾ നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ വേഗത്തിൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഒരു ക്ലാരിറ്റിയോടുകൂടി തിരിച്ചെത്തണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ആ ക്ലാരിറ്റി തീർത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ